ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മളൊക്കെ നൂഡിൽസ് തയ്യാറാക്കി കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഞാനിതൊന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നൂഡിൽസ് വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പാന് ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾ ഓയിലിന് പകരം ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ടത് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഒരു 10-15 എണ്ണം ഉണ്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചുവന്നുള്ളിക്ക് പകരം സവാള ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നിങ്ങൾക്ക് ഇതിനകത്തോട്ട് വേണം എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മസാലയ്ക്കൊക്കെ എരിവുള്ളതായതുകൊണ്ട് വേറെ മുളകൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ നമ്മളിട്ട് കൊടുത്തിരുന്ന ചുവന്നുള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കളറൊന്ന് ചേഞ്ച് ആയാൽ മതി. ഒത്തിരി ഫ്രൈ ആയിട്ട് പോകണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്. ഒരു 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അത്രയും സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഞാൻ ക്യാരറ്റും ക്യാബേജും ഒരു തക്കാളിക്കയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് എല്ലാം ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാതെ വേണം നമ്മളത് തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്തോട്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇതിനകത്തോട്ട് കുരുമുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഇതാ മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണേ. ഇനി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസാണ് ഇടുന്നത്. ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിരിക്കുന്ന ചിക്കനാണ്. കുരുമുളക് പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ച് വെച്ചിരുന്ന ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കുന്നത് എങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആണെങ്കിൽ ഈ ചിക്കൻ മാറ്റിയിട്ട് വെജിറ്റബിൾസ് കൂടുതൽ ആഡ് ചെയ്താൽ മതിയേ. അപ്പോൾ ഇതാ ചിക്കനോട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ മസാലയെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 കപ്പ് അളവിൽ വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പം 4 പീസ് നൂഡിൽസാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഏത് നൂഡിൽസ് വേണമെങ്കിലും നമുക്കിങ്ങനെ ചേർക്കാം കേട്ടോ. അപ്പം വെജിറ്റബിൾസ് ആണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചിക്കൻ അങ്ങ് ഒഴിവാക്കിയാൽ മാത്രം മതി. നൂഡിൽസ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നൂഡിൽസ് എല്ലാം ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ആ നൂഡിൽസിനകത്തോട്ട് കിട്ടുന്ന മസാലയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നൂഡിൽസ് എല്ലാം ഏകദേശം ഒന്ന് വേവായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് കൂടെ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ വെള്ളമൊക്കെ അതിനകത്തുള്ളതും മൊത്തമായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണേ. നമ്മുടെ നൂഡിൽസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല അടിപൊളിയായിട്ട് നല്ല സ്മെല്ലാണ് കേട്ടോ. ചിക്കൻ്റെ ആ മസാലയുടെയൊക്കെ വരുമ്പോഴത്തേനെ കപ്പലോടുന്ന രുചിയിലുള്ള ഒരു മണം ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി നൂഡിൽസ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ തരാനായിട്ട് മറക്കല്ലേ. താങ്ക് യു.